എന്താണ് റിയാലിറ്റി, എന്താണ് പെർസെപ്ഷൻ, എന്താണ് പെർസീവ്ഡ് റിയാലിറ്റി? ഇന്നത്തെ പടം ഈ ഒരു റെൽമിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് ലെവൽ ക്രോസ്. അർഫാസ് അയ്യൂബിൻ്റെ ലെവൽ ക്രോസ്. ആദം അയ്യൂബിൻ്റെ മകനാണ് അർഫാസ് അയ്യൂബ്. ആദം അയ്യൂബാണ് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. ആദം അയ്യൂബ് പണ്ട് ടി വിയിൽ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. ഇതിന് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ആദം അയ്യൂബാണെന്ന് ഞാൻ കണ്ടപ്പോൾ ശ്രദ്ധിച്ചത്. ഇത് ഇനിയിപ്പോൾ അർഫാസ് അയ്യൂബിൻ്റെ റിലേറ്റീവ് ആണെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. അർഫാസ് അയ്യൂബ് ആദം അയ്യൂബിൻ്റെ മോനാണ്. അർഫാസ് അയ്യൂബ് ജിത്തു ജോസഫിൻ്റെ ഒരുപാട് പടങ്ങൾ അസോസിയേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ്. അർഫാസിൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയൽ വെഞ്ചറാണിത്. ജിത്തു ജോസഫ് പ്രസൻസ് എന്നാണ് ഈ പടത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ജിത്തു ജോസഫിന് ശരിക്കുള്ള റോൾ എന്താണെന്ന്. കാരണം പ്രൊഡ്യൂസർ വേറൊരാളാണ്, ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസ് ആണ് ദുൽഖർ സൽമാൻ്റെ. അപ്പോൾ ജിത്തു ജോസഫിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ജിത്തു ജോസഫ് പ്രസൻസ് ആണ് എപ്പോഴും പോസ്റ്ററൊക്കെ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ക്ലിയർ ആയില്ല എനിക്ക്. ഞാൻ ആദ്യം വെച്ചാൽ ജിത്തു ജോസഫ് പ്രൊഡക്ഷൻ ആണെന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ജിത്തു ജോസഫ് പ്രൊഡക്ഷൻ അല്ല. എന്തായാലും ജിത്തു ജോസഫിൻ്റെ അനുഗ്രഹമുള്ള പടം ആണ്. അങ്ങനെയാണ് കരുതാൻ. അതെ, പടത്തിലേക്ക് വരികയാണെങ്കിൽ ആസിഫ് അലി, അമല പോൾ, ഷറഫുദ്ദീൻ എന്നിവരാണ് മെയിൻ ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്നത്. ആദ്യമേ എഴുതി കാണിക്കുന്നുണ്ട് ഇതൊരു അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരു ഭാവനയുടെയൊക്കെ ഒരു ഉള്ളിൽ നിൽക്കുന്ന കഥയാണ് എന്നുള്ള സൂചന ആദ്യമേ നൽകുന്നുണ്ട്, എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ ലെവൽ ക്രോസ് എന്ന് പറയുന്നത് പേര് തന്നെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പടം കാണുമ്പോൾ മനസ്സിലാവും. അമല പോളിൻ്റെ പെർഫോമൻസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് അമല പോളിന് കൊടുത്തിരിക്കുന്നത്. ചൈത്താലി എന്ന ക്യാരക്ടർ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം കൂടുതൽ പറഞ്ഞാലും സ്പോയിലേഴ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പടം, 2 മണിക്കൂർ പോലും ഇല്ല പടം. പക്ഷേ ആസിഫ് അലി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലി ആണെന്ന് ചിലപ്പോൾ സമയത്ത് നമ്മൾ മറക്കും. അത് ആ രീതിയിൽ കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ആസിഫ് അലിയുടേത്. പൃഥ്വിരാജിൻ്റെ ഗോട്ട് ലൈഫ് ആണെങ്കിൽ ഇത് ആസിഫിൻ്റെ ഡോങ്കി ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു മരുഭൂമി നടക്കുന്ന പ്രദേശത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാളാണ്. കൂടെ ഉള്ളതൊരു കഴുതയാണ്, സിഗ്നൽ എന്ന പേരുള്ള ഒരു കഴുത. ആസിഫിൻ്റെ കഥാപാത്രം പേര് എങ്ങനെ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ടൈറ്റിൽസിലല്ല, അവസാനത്തെ ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല, റോളിംഗ് ഡൗൺ ക്രെഡിറ്റ്സ് അല്ല, റോളിംഗ് അപ്പ് ക്രെഡിറ്റ്സ് ആണ് ലാസ്റ്റ് കാണിക്കുന്നത്. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള പടമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡയറക്ടർ പലതും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും നമുക്ക് വ്യത്യസ്തമാക്കാൻ. അത് എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. കുറേ ഇൻവേർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതായത് ഇപ്പം അങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് ഷോർട്ട്സും ഉണ്ട് കുറച്ച്. പല ഷോർട്ട്സ് ഇൻവേർട്ടഡ് ആണ്. അവസാനത്തെ ഷോട്ടും ഇൻവേർട്ടഡ് ആണ്. അവസാനത്തെ ഷോട്ട് ഓപ്പൺ എൻഡഡ് ഷോട്ടാണ്. എങ്ങനെയുള്ള ഇൻ്റർപ്രറ്റ് ചെയ്യാം. അത് ക്ലൈമാക്സ് ഷോട്ട് മാത്രം. അങ്ങനെ അതെ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖറാണ്. തെലുങ്കിലും തമിഴിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്ത് പ്രശസ്തനായ ഒരാളാണ്. സിനിമാറ്റോഗ്രാഫി അപ്പു പ്രഭാകറാണ്. നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പു പ്രഭാകർ കലക്കനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം മുതലേ ഉഗ്രൻ ഫ്രെയിംസും ഉഗ്രൻ വിഷ്വൽസും നിറഞ്ഞ സിനിമ. ഒരുപാട് വിഷ്വൽസിന് സാധ്യതയുള്ള സ്കോപ്പുള്ള സിനിമയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പുവിൻ്റെ അകത്ത്. ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, അപ്പുവിനെ നേരിട്ടറിയാം, പക്ഷേ അതുകൊണ്ട് പറയുന്നതല്ല. നല്ല സൂപ്പർ വർക്കാണ് ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. BGM അതേ കണക്ക് നല്ലതാണ് വിശാലിൻ്റെ. ഇടയ്ക്ക് ഒരു സീക്വൻസ് വരുമ്പോൾ BGM ഓൺ ആൻഡ് ഓഫ് കാണിച്ചുകൊണ്ടിരിക്കും. അതായത് വെച്ചാൽ കെപ്പിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അമല പോളിൻ്റെ സീൻസ് കാണിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു മനസ്സ് കാണിക്കാൻ വേണ്ടി BGM ഭയങ്കരമായിട്ട് ഇടുകയും, എന്നാൽ ആസിഫ് അലിയുടെ ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ
കംപ്ലീറ്റ് സൈലൻസ് ആയിട്ട് കാണിക്കുകയും അതിന് മാറി മാറി കാണിച്ചു തുടങ്ങി കുറച്ച് നേരം രസമായിട്ട് എനിക്ക് തോന്നി എനിക്ക് ചെയ്തത് ആദ്യം മുതൽ അവസാനം വരെ ഉഗ്രൻ ഫ്രെയിംസും ഉഗ്രൻ വിഷ്വൽസുമാണ്. ടുണീഷ്യയാണ് ലൊക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം വെച്ചാൽ ഈ സിനിമ ഒരു പ്രത്യേകിച്ച് ടൈം ലൈൻ ഉള്ള സിനിമയല്ല. ഏത് സമയമാണ്, ഏത് ജോഗ്രഫിയാണ്, ഇതൊന്നും പറയുന്നില്ല. ഒരു പ്രത്യേക റെൽമിൽ നടന്നു പോകുന്ന കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ് ഇത്. ഈ ഇൻസെപ്ഷനിലേക്ക് പോലെ ഇത് ആരുടെയും ഭാവനയാണോ, ആരുടെയും മനസ്സിന് ഉള്ളിലെ ചിന്തകളാണോ, സ്വപ്നങ്ങളാണോ എന്നൊക്കെ ഇതൊക്കെ ഉള്ളത് കാണികൾക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു പെർസെപ്ഷൻ്റെ അകത്ത്. ഞാൻ പെർസീവ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് അവസാനം ഒരു റിയാലിറ്റി കാണിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണത്. ആ ലാസ്റ്റ് ഷോട്ട് മാത്രമാണ് നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻവേർട്ടഡ് ഷോട്ട്, അത് ഒരാൾ വീണ് കിടക്കുമ്പോൾ കാണുന്ന കണക്കുള്ള ഷോട്ട്. അത് എങ്ങനെയാണല്ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുക. പക്ഷെ അതിന് മുമ്പത്തെ ഒരു കഥ എന്ന് വെച്ചാൽ ആ ഒരു കഥയിലോട്ട് വരുന്നത് ആ റിയാലിറ്റി കാണിച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ് കഥ, ആ സിനിമ. എനിവേ അതെല്ലാം ഓഡിയൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. നിങ്ങൾക്ക് കാണുവാണെങ്കിൽ മനസ്സിലാവും. കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കണ്ട സിനിമ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ചുരുളിയാണ് എക്സ്ട്രീംലി കോംപ്ലക്സും എക്സ്ട്രീംലി അത്രയ്ക്ക് ലെയേഴ്സും അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ അത്രയ്ക്ക് രസകരമായ പടവും അല്ല, എന്നാൽ വളരെ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ആസിഫ് അലി ഇൻക്രെഡിബിളായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ. ഈ സിനിമ നമുക്ക് കാണുമ്പോൾ പലപ്പോഴും ചില സമയത്ത് മുന്നറിയിപ്പ് ഓർമ്മ വന്നു വരാം, ചില സമയത്ത് പത്മരാജൻ്റെ ഇന്നലെ ഓർമ്മ വന്നു വരാം. അതൊക്കെ ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന സിനിമകളാണെന്ന് മാത്രം. ഞാൻ അല്ലാതെ അത് കോപ്പി അടിയാണെന്നോ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ചില കഥകളും സിനിമകളൊക്കെ നമുക്ക് മനസ്സിലോട്ട് വരാം, അത്രേ ഉള്ളൂ. ഐ എം ഗോയിങ് വിത്ത് 3 out of 5 for Level Cross. And double clap for Apu Prabhakar and Asif Ali. Thanks for watching. Bye.